ഹലോ ഹായ് നമസ്കാരം. പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിപ്പോൾ നിൽക്കുന്നത് കോട്ടയം ഡിസ്ട്രിക്റ്റിൽ കുമാരനെല്ലൂർ എന്ന് പറഞ്ഞ സ്ഥലത്താണ്. അത് നമ്മുടെ സ്വന്തം ഡിസ്ട്രിക്റ്റിൽ തന്നെയാണ് നിൽക്കുന്നത്. അപ്പം ഇവിടെ ചെയ്തൊരു വർക്കിൻ്റെ വീഡിയോ ആണ് ഇന്ന് നിങ്ങളുടെ മുമ്പിലേക്ക് ഞാൻ തരാൻ പോകുന്നത്. ഇപ്പോൾ രണ്ട് കാര്യങ്ങളുണ്ട്, അത് ശ്രദ്ധിച്ച് നിങ്ങൾ കേൾക്കുക. സ്ഥിരം ചെയ്യുന്ന മോഡലൊക്കെ തന്നെയാണെങ്കിലും കുറച്ച് ഡിഫറൻസ് ഇതിനകത്ത് ചെറിയൊരു ഡിഫറൻസ് ഇതിനകത്ത് വരുത്തിയിട്ടുണ്ട്. അതെന്താണെന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. മേക്കിംഗ് വീഡിയോ ഒന്നുമില്ല, ഫിനിഷിംഗ് വീഡിയോ മാത്രമേ ഉള്ളൂ. അത് പെട്ടെന്ന് കണ്ട് പെട്ടെന്ന് അവസാനിപ്പിക്കാം. ഓക്കെ. അപ്പോൾ നമ്മൾ നേരത്തെ കണ്ടവർ ഇതാണ് നമ്മുടെ വീടും നമ്മൾ ചെയ്തിരിക്കുന്ന വർക്കും ഇതാണ് ഈ കാണുന്ന പോലെ തന്നെ. ആ സൂക്ഷിച്ച് നിങ്ങൾ എപ്പോഴും കാണുന്ന അതേ സെയിം മോഡൽ ഡിസൈനൊക്കെ തന്നെയാണ്. സ്ക്വയർ ടൈപ്പിലാണ് നമുക്കിത് മെയിനായിട്ട് ചെയ്യാൻ പറ്റുന്നത്. ഇതിൻ്റെ ഫ്രണ്ടിൽ വന്നിരിക്കുന്ന ബോർഡർ 6 ഇഞ്ച് വരുന്നുണ്ട്. അതിന് മണ്ടയ്ക്ക് ഒരു സ്ട്രിപ്പ്, ഒരു സ്ട്രൈപ്പ് ഡിസൈൻ കൊടുക്കാനായിട്ട് അതിന് മണ്ടയ്ക്ക് വേറെ 2 സെക്ഷൻ കൊടുത്തിട്ടുണ്ട്. ഇവിടെ പിന്നെ രണ്ട് കാര്യങ്ങൾ പ്രത്യേകമായിട്ട് പറഞ്ഞിരുന്നു. ഒന്ന് ടീക്കൂട്ടിൻ്റെ കളറ്, കാരണം വീടിൻ്റെ എല്ലാം കളേഴ്സ് വന്നിരിക്കുന്നത് ടീക്കൂട്ടിലാണ്. അപ്പം ഇവിടെയും സ്ട്രക്ചറിന് ടീക്കൂട്ട് ഡിസൈൻ തന്നെ കൊടുക്കണമെന്ന് പറഞ്ഞിരുന്നു. പിന്നെ ഇത് വന്നിരിക്കുന്നത് ടീക്കൂട്ട് വിത്ത് വൈറ്റ് ഒരു കോമ്പിനേഷനാണ് വന്നിരിക്കുന്നത്. അതും കാർപോർട്സിലേക്ക് അത് തന്നെ മെർജ് ചെയ്തിട്ടുണ്ട്. അപ്പം ഇവിടെ വന്നിരിക്കുന്നത് പറഞ്ഞാൽ പിന്നെ വന്ന ഒരു ഡിമാൻഡ് എന്ന് പറയുന്നത് ഇവിടെ സ്റ്റോൺസ് ഒക്കെ ഇട്ടിരിക്കുന്നത് എന്താ ഫ്രണ്ട് ടു ബാക്ക് ഡിസൈൻ. സാധാരണ എല്ലാം തിരിച്ച് ഇങ്ങനെ ഇടും, പക്ഷേ ഇവിടെ അതിന് നേരെ ഓപ്പോസിറ്റായിട്ട് ഫ്രണ്ട് ടു ബാക്ക് ഇങ്ങനെ സ്ട്രൈപ്പ് ഡിസൈൻ, അതായത് കയറി ചെല്ലുന്ന ലൈനിൽ ഇങ്ങനെ ഫ്രണ്ട് ടു ബാക്ക് ഇങ്ങനെ കീപ്പ് ചെയ്തായിട്ടിരിക്കുന്നത്. അപ്പോൾ അതേ മോഡലിൽ തന്നെ സീലിങ്ങിൻ്റെ ഷീറ്റും ഇപ്പം നോക്കി അറിയാം ഉണ്ടോ, സ്ട്രൈപ്പ് ഡിസൈൻ ഇങ്ങനെയാണ്. നമ്മൾ സാധാരണ ചെയ്യുന്നത് തിരിച്ചാണ് ചെയ്യുന്നത്, ലെങ്ത് അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട്. പക്ഷേ ഇവിടെ തിരിച്ച് ഇങ്ങനെ തന്നെ വേണമെന്നൊരു സ്പെഷ്യൽ റിക്വയർമെൻറ്റ് വന്ന പ്രകാരം നമ്മളത് അങ്ങനെ കീപ്പ് ചെയ്തു. പക്ഷേ അപ്പോഴും നമുക്ക് അവിടെ വന്നൊരു പ്രായോഗിക ഒരു ബുദ്ധിമുട്ടുണ്ട്. ആ പ്രായോഗിക ബുദ്ധിമുട്ട് നമ്മൾ എങ്ങനെയാണ് സോൾവ് ചെയ്യുന്നതാണ് നിങ്ങൾ കാണിക്കാൻ പോകുന്നത്. കാര്യം ഈ പോർച്ചിൻ്റെ ലെങ്ത് വന്നിരിക്കുന്നത് 21 അടി നീളമാണ്. ഫ്രണ്ട് ടു ബാക്ക് 21 അടി നീളം. ഇതിൻ്റെ പോർച്ചിൻ്റെ ഫ്രണ്ട് കാണിക്കാം. ഇപ്പോൾ ഞാൻ നിൽക്കുന്നത് പോർച്ചിൻ്റെ ബാക്ക് സൈഡിലാണ് നിൽക്കുന്നത്. ഫ്രണ്ട് ടു ബാക്ക് 21 അടി ലെങ്ത്. ഇങ്ങനെ വന്നിരിക്കുന്ന വിഡ്ത്ത് 10.6, അത് 10 അടി വിഡ്ത്താണ് വന്നിരിക്കുന്നത്. ഇനി ഇതിനകത്ത് പ്രായോഗിക ബുദ്ധിമുട്ട് എന്താണെന്ന് ചോദിച്ചാൽ നമുക്ക് സീലിങ്ങിൻ്റെ പ്ലാങ്ക് സെക്ഷൻ കിട്ടുന്നത് നമുക്ക് 20 അടി നീളം വരെ നമുക്ക് കിട്ടത്തുള്ളൂ. കമ്പനി നമുക്ക് ആ നീളത്തിൽ പഞ്ച് ചെയ്ത് നമുക്ക് തരത്തുള്ളൂ. അപ്പം ഇവിടെ വന്നിരിക്കുന്ന നീളം ഇപ്പോൾ ഞാൻ പറഞ്ഞു കേട്ടല്ലോ 21 അടിയാണ് ലെങ്ത് വന്നിരിക്കുന്നത്. അപ്പം ബാക്കിയുള്ള ഒരടി നമ്മൾ അത് എങ്ങനെ മാനേജ് ചെയ്യുന്നുള്ള കാര്യം പലപ്പോഴും സംശയമാണ്. കാര്യം അത് ബാക്ക് സൈഡിൽ ഇതുണ്ടോ, പോർച്ചിന് ബാക്ക് സൈഡ് ഇതാണ്. ഈ ബാക്ക് സൈഡിൽ കൊണ്ട് ഒരടി തീർക്കുക എന്ന് പറഞ്ഞാൽ അത് ഒരു വ്യക്തിയിൽ കാണുമ്പോൾ തന്നെ അറിയാം അത് ജോയിൻറ്റ് ചെയ്തിരിക്കുകയാണ്, തികയാത്തത് കൊണ്ട് ജോയിൻറ്റ് ചെയ്തിരിക്കുക എന്നുള്ളൊരു ചിന്ത വരും. അതുകൊണ്ടുള്ളൊരു ചിന്ത വരും. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ചെയ്തിരിക്കുന്നത് നമ്മൾ ആ ജോയിൻറ്റിനെ സെൻട്രലായിട്ട് കൊണ്ട് ഫോക്കസ് ചെയ്തിരിക്കുകയാണ്. സെൻട്രൽ കൊണ്ട് ഫോക്കസ് ചെയ്ത് ഈ ഒരടി ആ വിട്ട് നമ്മൾ ഇവിടെ കൊണ്ട് തീർത്തിരിക്കുകയാണ്. അപ്പം അതായത് നമുക്കിപ്പോൾ 21 അടിക്കാത്ത ഈ ഒരു പോർഷനും 10 അടി, ഇവിടുന്ന് അങ്ങോട്ട് വന്നിരിക്കുന്ന പോർഷനും 10 അടി, നടുക്ക് വന്നിരിക്കുന്ന പോർഷൻ 1 ഫീറ്റ് ഒരടിയുടെ. അപ്പോൾ അതൊരു ഡിസൈൻ പോലെ നമ്മളത് മേക്ക് ചെയ്തെടുത്തിരിക്കുകയാണ്. അപ്പം നേരത്തെ തന്നെ പിന്നെ ഒരു കാര്യം പറഞ്ഞിരുന്നു, നമ്മൾ സാധാരണ കൊടുക്കുന്ന പില്ലറൊക്കെ എക്സും വൈയും ഡബ്ല്യൂ ഒക്കെ പോലെയൊക്കെ കൊടുക്കുമായിരുന്നു. പക്ഷേ ഇവിടെ ഇങ്ങനത്തെ ഒരു കോൺസെപ്റ്റ് തന്നെ വേണമായിരുന്നു. അതായത് ഈ കാണുന്ന പോലെ അവരുടെ ബാൽക്കണി സെക്ഷനിൽ കൊടുത്തിരിക്കുന്ന ഗ്ലാസ് വർക്കിന് കൊടുത്തിരിക്കുന്ന പില്ലർ സെക്ഷനൊക്കെ ഇങ്ങനെ ഒരു 3 ലൈൻ പില്ലേഴ്സ് വന്നിട്ടാണ് കൊടുത്തിരിക്കുന്നത്. ഇവിടെ വന്നപ്പോൾ 3 അല്ല 3 പേര് 5 എണ്ണം കൊടുത്തിട്ടുണ്ട്. അത് നമ്മളത് ഈ ഒരു ഗ്യാപ്പ് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് അത് ഇതുമായിട്ട് മാച്ചായി പോകുന്ന രീതിയിൽ ഗ്യാപ്പ് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ കൊടുത്തിരിക്കുന്നത്. അപ്പം ഫുള്ളി വൈറ്റ് വന്നിരിക്കുന്നു. പിന്നെ 6 വോൾട്ടിൻ്റെ ലൈറ്റ്സ് ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അത് ഈ പറഞ്ഞ പോലെ 10 അടിക്കകത്ത് 2 എണ്ണം, ഇവിടുത്തെ 10 അടിക്കകത്ത് 2 എണ്ണം, ഈ നടുക്ക് വരുന്ന ഒരടിക്കകത്ത് 2 എണ്ണം, ഈ രീതി കൊടുത്ത് വൈറ്റിഷ് കളറിലാണ് ഈ സാധനം മേക്ക് ചെയ്തിരിക്കുന്നത്. ഓക്കെ, അപ്പം ഇതാണ് ഇതിൻ്റെ ഡീറ്റെയിൽസ്. ഓക്കെ, അടുത്ത വന്നിരിക്കുന്നത് ഇതിൻ്റെ ടോപ്പ് സൈഡാണ്. ടോപ്പ് സൈഡ് വന്നിരിക്കുന്നത് ഗ്രേ കളർ ഷീറ്റ് വിത്ത് ടീക്കൂട്ട് ഡിസൈൻ. അപ്പോൾ നമ്മൾ ഇതിൻ്റെ ജോയിൻസ് ഒക്കെ ഞങ്ങൾ ചെയ്യുമ്പോഴത്തേക്കും ഇങ്ങനെ ഷീറ്റ് വന്ന് മുട്ടി വന്ന് കിടക്കുന്ന ഭാഗമൊക്കെ സിലിക്കോണൊക്കെ ഇട്ട് കംപ്ലീറ്റ് കൺസീൽ ചെയ്യും, ലീക്ക് ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയിട്ട്. അല്ല, സിലിക്കോണൊക്കെ ഇട്ട് ജോയിൻ ചെയ്യും. ചിലപ്പോൾ 1-2 വർഷം കഴിയുമ്പോൾ ചിലപ്പോൾ ഇളകി പോകും. അപ്പോൾ അവിടെ സിലിക്കോണൊക്കെ ഇടേണ്ടി വരുമെങ്കിലും പ്രായോഗികമായിട്ട് ഇവിടെ അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാകത്തില്ല. അപ്പം ഇതാണ് എൻ്റെ ടോപ്പിലെ ഒരു അവസ്ഥ. പിന്നെ മരങ്ങളൊക്കെ ഇഷ്ടം പോലെ ഉള്ളതുകൊണ്ട്, കാറ്റും മരങ്ങളും ഒക്കെ ഉള്ളതുകൊണ്ട് ഇവിടെ ഇലയും മറ്റു കാര്യങ്ങളൊക്കെ വീഴും. ചിലപ്പോൾ കാറ്റടിക്കുമ്പോൾ പറന്നു പോകും. ഇല്ലെന്നുണ്ടെങ്കിൽ നമ്മളത് കയറിയത് തൂത്ത് വൃത്തിയാക്കി കളയേണ്ടതായിട്ട് വരും. പിന്നെ ഇതിനകത്ത് പാത്തിയുടെ സെക്ഷൻ കൊടുത്തിട്ടുണ്ട്, നല്ല വൈറ്റ് കളർ പാത്തി കൊടുത്തിട്ടുണ്ട്. പാത്തി പിന്നെ പുറത്തു നോക്കിയാലൊന്നും പാത്തി കാണത്തില്ല. അങ്ങനെ അതാണ് നമ്മുടെ വർക്കിൻ്റെ ഒരു പ്രത്യേകത. ഓക്കെ, ഇതാണ് ഔട്ടറായിട്ടുള്ള ഇതിൻ്റെ ഒരു ഡിസൈൻ, അല്ലെങ്കിൽ ഇതിൻ്റെ ഒരു ഡീറ്റെയിൽ ഇങ്ങനെയാണ് വരുന്നത്.
അപ്പോൾ അങ്ങനെ നമ്മുടെ വർക്ക് ഇവിടെ അത് കംപ്ലീറ്റ് ആയിരിക്കുകയാണ്. കംപ്ലീറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമ്മൾ വീഡിയോ എടുത്തു നിങ്ങളുടെ മുമ്പിലേക്ക് അത് പ്രസൻറ്റ് ചെയ്യുന്നത്. അപ്പം ഈ വർക്ക് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ നിങ്ങൾ നോക്കുക, നിങ്ങളുടെ വീടിനും ഇതുപോലുള്ള കളേഴ്സ് വെച്ചിട്ടുള്ള കാര്യങ്ങൾ നിങ്ങളുടെ വീടിന് മാച്ച് ആകുമോ നോക്കുക. മാച്ച് ആവുമെങ്കിൽ നിങ്ങളും നമ്മളെ വിളിച്ച് സംസാരിക്കുക. നമ്മൾ തമ്മിലുള്ള ടേംസ് ആൻഡ് കണ്ടീഷൻസ് ഓക്കെ ആവുകയാണെങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും ഈ വർക്ക് ചെയ്യാവുന്നതാണ്. ഇനിയും കുറച്ചും കൂടെ പുതിയ ഡിസൈൻ ഇൻസൈഡൊക്കെ കുറച്ചുകൂടെയൊക്കെ വെറൈറ്റി ആയിട്ടൊക്കെ ഒരു ഡിസൈൻ പ്ലാൻ ചെയ്ത് ചെയ്യാനാണ് ആഗ്രഹിക്കുന്നത്. ഇപ്പോൾ പ്ലെയിൻ ആയിട്ടുള്ള ഡിസൈനൊക്കെ ചെയ്ത് ഇത് മടുത്തു, ആൾക്കാരും മടുക്കും. അപ്പോൾ നമ്മൾ കുറച്ചുകൂടി ഇന്നോവേറ്റീവ് ആയിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്യാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. അപ്പം നിങ്ങളുടെ സപ്പോർട്ട് സഹകരണം കൂടെ ഉണ്ടെങ്കിൽ ഏറ്റവും അടിപൊളിയായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ അടിപൊളി മറ്റൊരു വീഡിയോ ആയിട്ട് വരാം. അതുവരെയും സൈനിങ് ഓഫ് പറയുന്നു. എബി ജോസഫ്, കുമാരനെല്ലൂരിൽ നിന്നും. ബൈ.